ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് പാർത്ഥൻ. മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ന് PYQസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. PYQസിലൂടെ നമുക്ക് സിലബസിലേക്ക് പോയിട്ട് അതുവഴി വിജയത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇതെൻ്റെ അഡ്വൈസ് മെമ്മോയാണ്. ഏകദേശം ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അഡ്വൈസ് മെമ്മോ കൈ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ പലവരും ഓൾറെഡി വർക്ക് ചെയ്ത് തളർന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് എഫേർട്ട് ഇടുന്നവരായിരിക്കും, ഉറക്കമില്ലാതെ പഠിക്കുന്നവരായിരിക്കും, ഫിസിക്കലി നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരിക്കും, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നാലും ഈ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരു മോട്ടിവേഷനായിട്ട് മാറും. ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. PYQs എങ്ങനെ അനലൈസ് ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 2023 2024 സിലബസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 2 വർഷത്തെ സിലബസ് നോക്കിയിട്ട് അല്ലെങ്കിൽ PYQs നോക്കിയിട്ട് നമുക്ക് എക്സാം എങ്ങനെ കോൺകർ ചെയ്യണം എന്ന് കണ്ടുപിടിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.